വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 7, 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വ്യാജപ്രവാചകന്മാർ. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. ജീവിതത്തിലെ അനിവാര്യമായ ആസിഡ് ടെസ്റ്റ്. നമുക്ക് ചുറ്റിലും കാപട്യത്തിൻ്റെതായിട്ടുള്ളൊരു ലോകവും മുഖംമൂടികളുടേതുമായിട്ടുള്ള ഒരു ജീവിതവും അഭിനയത്തിൻ്റെതായിട്ടുള്ള ശൈലികളുമുണ്ടെന്നൊക്കെ യേശു തന്റെ ശിഷ്യന്മാരെയും തന്റെ അനുയായികളെയും അസന്നിഗ്ധമായ രീതിയിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. നമുക്ക് ചുറ്റും പുറത്ത് കാലുഷ്യത്തിന്റെയും കാപട്യത്തിന്റെയുമായിട്ടുള്ള ഒരു ലോകം ഉണ്ട് എന്ന് പരാതി പറഞ്ഞതുകൊണ്ടോ ആവലാതിപ്പെട്ടതുകൊണ്ടോ കാര്യമില്ല എന്നും യേശു നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കരണീയമായിട്ടുള്ളത് അവ തിരിച്ചറിയാനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ് യേശുവിന്റെ നിലപാട്. അവ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു ആസിഡ് ടെസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിൽ ഒരു രാസപരീക്ഷണ തന്നെ യേശു ഇന്നത്തെ സുവിശേഷത്തില് നിർദ്ദേശിക്കുന്നുണ്ട്. ആ ആസിഡ് ടെസ്റ്റാണ് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം എന്നതാണ് യേശുവിന്റെ നിലപാട്. ഇവിടെ വൃക്ഷം എന്നതുകൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ഇവിടെ ഫലം എന്നുള്ളത് കൊണ്ട് മനുഷ്യന്റെ ജീവിതമാണ്. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആകെത്തുകയായി ചുറ്റുപാടിലും സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടവരുന്നു എന്ന് വരികിൽ ആ മനുഷ്യനെ വിശ്വസിക്കാമെന്നുള്ളതാണ് യേശുവിന്റെ കാഴ്ചപ്പാട്. എന്നാൽ ജീവിതത്തിൽ നിന്ന് ദുഷ്ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് വരികിൽ ആ വ്യക്തി ഘോരഘോരം നന്മ പ്രസംഗിച്ചാലും എത്ര ചാതുര്യത്തോടുകൂടെ പുണ്യങ്ങള് പറഞ്ഞാലും സുഹൃതങ്ങൾ ജപിച്ചാലും നല്ല വാക്കുകൾ ഉരുവിട്ടാലും ദുഷ്ഫലങ്ങളാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നത് എന്ന് വരികിൽ യേശു മുന്നറിയിപ്പ് നൽകുന്നു, അവരെ സൂക്ഷിക്കണം എന്ന്. ഈ മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ നാം ജീവിതത്തിലൂടെ സംശീകരിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ നാമും കെണിയിൽ ചെന്നുപെടാമെന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ മുന്നറിയിപ്പ്. എന്നാൽ അതേസമയം തന്നെ തിന്മയുടേതായിട്ടുള്ള ലോകത്തെപ്പറ്റിയുള്ള നമ്മുടേതായിട്ടുള്ള സംവാദത്തിനിടയെ നമ്മുടെ ഉള്ളിൽ തന്നെ കാപട്യത്തിൻ്റെതായിട്ടുള്ള കറ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രദ്ധയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നും യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ യേശുവിന്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രബോധനമായിട്ട് ഇന്നത്തെ സുവിശേഷത്തെ നോക്കിക്കാണുന്നതിൽ തെറ്റില്ല എന്ന് വേണം വിചാരിക്കാം.